ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് സഫീന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th ഗ്രേഡിലെ ഒരു അറബിക് ലെസൺ ആണ്. നമുക്ക് നോക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ലാലിത് തനമ്മുർ. ലാലിത് തനമ്മുർ. എന്താണ് തനമ്മുർ എന്ന് പറഞ്ഞാല്? തനമ്മുർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തനമ്മുർ ദാ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്റ്റോപ്പ് ബുള്ളിങ് അല്ലെങ്കിൽ നോ ടു ബുള്ളിങ്. എന്താണ് ബുള്ളിങ്? ഒരാളെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ആക്ഷേപിക്കുക എന്നൊക്കെയാണ് അല്ലേ ബുള്ളിങ് കൊണ്ടുള്ള മീനിങ്. ഇവിടെ ലാലിത് തനമ്മുർ, നോ ടു ബുള്ളിങ്. നമുക്ക് നോക്കാം. وعلى الرغم من كون التنمر موجودا في المنازل وأماكن العمل والإنترنت أيضا. നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ബുള്ളിങ്ങിനെ പറ്റിയാണ്. ഇത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കൊടുത്തുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്നും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മുഫ്രദുകളും അതിന്റെ ജംഉകളും അതുപോലെ തന്നെ വിദ്ദുകളുമാണ്. അതായത് സിംഗുലർ വേർഡ്സും പ്ലൂറൽ വേർഡ്സും അതുപോലെ തന്നെ നമുക്ക് പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ്സുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് നോക്കാമല്ലേ. വാലറാമി മിനൽ കൗനി തനമുറി. എന്താണ്? നമ്മുടെ മനാസിൽ വീടുകളിലും അമാക്കിനുൽ അമലി ജോലി സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് ബുള്ളിങ് അഥവാ സൈബർ ബുള്ളിങ് ഒക്കെ കാണുന്നുണ്ട് എങ്കിലും അലർ റഹമി വെച്ചിട്ടാണ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തത്. അലർ റഹമി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എങ്കിലും എന്ന് യൂസ് ചെയ്യാനാണ് അലർ റഹമി അറബിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അലർ റഹമി ഇവിടെയൊക്കെ ബുള്ളിങ് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും എന്താണ്? ഇല്ല അന്ന കസറത്തിൽ ഇന്തിഷാരിഹി ബൈന ത്വലബത്തിൽ മദാരിസി ജഅലഹു ളാഹിറ. എന്തു പറ്റി? നമ്മുടെ ഇപ്പോ അധികമായിട്ട് കാണുന്നത് എവിടെയാണ്? സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കിടയിലാണ് അല്ലെ. വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ കളിയാക്കുക, ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ്. അതാണിപ്പോ പ്രകടമായിട്ട് കണ്ടുവരുന്ന തരത്തിലുള്ള ബുള്ളി. എന്താണ് അതിനിപ്പോ നമ്മളിവിടെ യജിബു, അവിടെ നമുക്ക് ഇപ്പോ നിർബന്ധമാണ്. എന്താണ്? ഹുലൂലി ലഹ, അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ബഅദൽ വുഖൂഫി അല അസ്ബാബിഹ, അതിന്റെ കാരണം കണ്ടെത്തി അതിന് വ്യക്തമായ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലത്തി സനതഹദ്ദസു അൻഹ ബിതഫ്സീലി ഹുന. നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വഅവ്വലഹ, അപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യത്തെ സബബ്, അതിന്റെ ഏറ്റവും ആദ്യത്തെ റീസൺ എന്താണ്? കമാ ദക്കർന അൽ ഫഖർ. ഫഖർ എന്താണ്? ഫഖർ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഫഖർ ആണ്. ബുള്ളിങ് അല്ലെങ്കിൽ പരസ്പരം ഒരു കളിയാക്കലുകളുടെയൊക്കെ ഏറ്റവും ആദ്യത്തെ റീസൺ ഫഖർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫഖർ എന്ന് വെച്ചാൽ എന്താണ്? പോവേർട്ടി അഥവാ ദാരിദ്ര്യം. ദാരിദ്ര്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ കളിയാക്കാനൊക്കെ കാരണം എന്നാണ് പറയുന്നത്. വഹുവ സബബുൽ മശാക്കിലി ഇജ്തിമായിയ അദീദ. അത് മാത്രമല്ല ഈ ഒരു ഫഖർ കൊണ്ട് എന്താണ്? ഫഖറാണ്, പോവേർട്ടി ആണ് നമ്മുടെ സമൂഹത്തിലെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. ഈ പാരഗ്രാഫിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കിതിലെ പ്ലൂറലുകളെ ജമ്മുകളെ ഒന്ന് നോക്കിയാലോ. ഏതൊക്കെയുണ്ട് നോക്കിയേ. അലറാമി മിൻ കൗനി തനമ്മുരി മൗജൂദൻ ഫിൽ മനാസിൽ. മനാസിൽ മീൻസ് ഹോംസ്, വീടുകൾ എന്നാണ് അർത്ഥം. അതൊരു പ്ലൂറൽ ആയിട്ടുള്ള വേർഡാണ്, ജമ്മായിട്ടുള്ള വേർഡാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ സിംഗുലർ നമുക്ക് കണ്ടുപിടിക്കണം. അൽ മനാസിൽ. മനാസിലിന്റെ സിംഗുലർ മൻസിൽ എന്നാണ്. മൻസിൽ എന്ന വാക്കിന്റെ ജമ്മാണ് അഥവാ പ്ലൂറൽ ആണ് മനാസിൽ. മൻസിൽ എന്ന വാക്കിന്റെ പ്ലൂറൽ ആണ് മനാസിൽ. പിന്നെ പറഞ്ഞു അമാക്കിനുൽ അമൽ, അതൊരൊറ്റ വേർഡാക്കി ജോലി സ്ഥലങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അമാക്കിൻ ഒരു പ്ലൂറൽ ആണ്. അമാക്കിൻ എന്ന് വെച്ചാൽ പ്ലേസസ് അഥവാ സ്ഥലങ്ങൾ. അമാക്കിന്റെ പ്ലൂറൽ വേർഡാണ്, സിംഗുലർ വേർഡാണ് മക്കാൻ, സ്ഥലം. മക്കാൻ പ്ലേസ്. അതിന്റെ ജെമ്മായിരുന്നു ഈ പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത്. എന്താണ്? അമാക്കിൻ. മക്കാനിന്റെ പ്ലൂറൽ ആണ് അമാക്കിൻ. മക്കാന്റെ പ്ലൂറൽ ആണ് അമാക്കിൻ. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് നോക്കിയേ. വൽ ഇന്റർനെറ്റ് ഐലൻ ഇല്ല അന്ന കസുറത്തി ഇന്തിഷാരിഹി ബൈന ത്വലബത്തി. ത്വലബത്ത് ആരാണ്? സ്റ്റുഡൻസ് അല്ലെ. ത്വലബത്ത്. അപ്പോൾ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ എന്താ പറയാ? ത്വാലിബ്. ത്വാലിബിന്റെ
പ്ലൂറൽ ആയിരുന്നു നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത് ത്വലബത്ത്. മറ്റൊരു വേർഡ് കൂടി ഉണ്ട്, തുല്ലാബ് ആണ്. തുല്ലാബ് ത്വലബത്തിന്റെ മറ്റൊരു പ്ലൂറലായിട്ട്, ത്വാലിബിന്റെ പ്ലൂറലായിട്ട് വരുന്ന രണ്ട് വേർഡ്സ് ആണ് ത്വലബത്തും തുല്ലാബും. പിന്നെ എന്താണ്? അൽ മദാരിസ്, സ്കൂൾസ്. മദാരിസ് സ്കൂൾസ്. അതിന്റെ സിംഗുലർ എന്താണ്? മുഫ്രദ് എന്താണ്? മദ്രസത്തുൻ. മദ്രസ മീൻ സ്കൂൾ. അപ്പോൾ അതിന്റെ ജെമ്മായിരുന്നു പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത് എന്ത്? മദാരിസ്. മദാരിസ്. മദ്രസയുടെ പ്ലൂറലാണ് മദാരിസ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? മൻസിൽ ഹോം, അതിന്റെ ജെമ് മനാസിൽ ഹോംസ്. മക്കാൻ അതിന്റെ ജെമ് അമാക്കിൻ പ്ലേസസ്. ത്വാലിബ് അതിന്റെ ജെമ് ത്വലബത്ത് അല്ലെങ്കിൽ തുല്ലാബ് സ്റ്റുഡൻസ്. മദ്രസ ജെമ് മദാരിസ് സ്കൂൾസ്. അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേർഡ് ഉണ്ടോ നോക്കിയേ. ജാലഹു ലോഹിറത്തൻ യജിബു ഈജാദി ഹുലൂലി. ഹുലൂലി എന്ന് വെച്ചാൽ എന്തായിരുന്നു? സൊല്യൂഷൻസ് അല്ലെ? ഹുലൂലി സൊല്യൂഷൻസ്. അപ്പോ അതിന്റെ സിംഗുലർ ഹല്ല് എന്താണ്? ഹല്ല്. ഹല്ല് സൊല്യൂഷൻ. അതിന്റെ പ്ലൂറൽ ആയിരുന്നു ഹുലൂൽ അഥവാ ജെം ആയിരുന്നു ഹുലൂൽ. ഹുലൂൽ. പിന്നെ എന്തായിരുന്നു? ലഹാബാദൽ വുഖൂഫി അല അസ്ബാബിഹ. അസ്ബാബ്. അസ്ബാബ് എന്ന് വെച്ചാൽ എന്താണ്? റീസൺസ്. അപ്പോൾ അതിന്റെ പ്ലൂറൽ വേർഡ്, സിംഗുലർ വേർഡ് എന്താണ്? സബബ്. മുഫ്രദായിട്ടുള്ള വേർഡ് സബബ് ആണ്, കാരണം അല്ലെങ്കിൽ റീസൺ. അതിന്റെ ജെമ്മാണ് അസ്ബാബ്, റീസൺസ്. അസ്ബാബ് റീസൺസ്. അല്ലത്തി സനതഹദ്ദസു അൻഹാ ബിതഫ്സീലി ഹുനാ വഅവ്വലഹാ കമാ ദക്കർനാ അൽഫഖർ വഹുവ സബബു ലിമശാകിലി ഇജ്തിമാഇയ അദീദ. മശാക്കിൽ. മശാക്കിൽ എന്താണ്? പ്രോബ്ലംസ്. അതിന്റെ സിംഗുലർ എന്താണ്? മുഷ്കിലത്ത്. മുഷ്കിലത്ത് ആണ് സിംഗുലർ. അതിന്റെ അതിന്റെ പ്ലൂറൽ ആണ് മശാക്കിൽ. ഇപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എത്ര പ്ലൂറൽസ് കിട്ടി നമുക്ക്? ഫസ്റ്റ് വൺ മനാസിൽ അഥവാ അതിന്റെ സിംഗുലർ എന്തായിരുന്നു? മൻസിൽ. ഹോം, ഹോംസ്. ഹോമിനെ മൻസിൽ എന്ന് പറയും, പ്ലൂറൽ ആണ് മനാസിൽ, ഹോംസ്. അമാക്കിൻ പ്ലേസസ്. അതിന്റെ സിംഗുലർ മക്കാൻ. പിന്നെയോ ത്വലബത്ത് സ്റ്റുഡൻസ്. അതിന്റെ സിംഗുലർ ത്വാലിബ്. മദാരിസ് സ്കൂൾസ്. അതിന്റെ സിംഗുലർ മദ്രസ സ്കൂൾ. പിന്നെയോ ഹുലൂൽ സൊല്യൂഷൻസ്. അതിന്റെ സിംഗുലർ ഹല്ല്. പിന്നെയോ അസ്ബാബ് റീസൺസ്. അതിന്റെ സിംഗുലർ സബബ്. പിന്നെയോ മശാക്കിൽ. അതിന്റെ സിംഗുലർ മുഷ്കിലത്ത്. ഇനി ഇതിന്റെ ബാക്കി നോക്കാം. വലൈസ മുക്തസിറൻ ഫഖത്ത് അല തനമ്മുരി. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ബുള്ളിങ്ങിന്റെ കാരണം? അതിലേറ്റവും ആദ്യത്തെ റീസൺ ഫക്കർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഫക്കർ എന്താണ്? ബുള്ളിങ് തനമ്മുറിന്റെ മാത്രം റീസൺ ആണോ? ഈ ഫക്കർ കൊണ്ട് തനമ്മുറ് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, ഇതിൽ ഒതുങ്ങുന്നില്ല. ഇത് യൻലുറു തിഫ്ലു അൽ ഫഖീറിൽ ആഖിരീന നളുറത നഖ്സിൻ വഗൈറത്തിൻ ലി അന്നഹും യംലികൂന മാലാ യംലികു. ഒരു പാവപ്പെട്ട കുട്ടി മറ്റുള്ളവരെ എങ്ങനെയാ കാണുക? അവന്റെ കണ്ണില് മറ്റുള്ളവര് എന്താണ്? ലിലാഹിലിന്റെ നെളുറത്തു നഖ്സ്, ഒരു അപകർഷതാ ബോധത്തോടു കൂടിയായിരിക്കും ആ കുട്ടി മറ്റുള്ള ആളുകളിലേക്ക് നോക്കുന്നത്. വൈറ അപകർഷതാബോധം മാത്രമാണോ? ഉയരത്ത് എന്ന് വെച്ചാല് അസൂയ. ലി അന്നഹും യംലികൂന. എന്താണ് അതിന്റെ കാരണം? യംലികൂന ലി അന്നഹും യംലികൂന. അവര് ഓണറാണ്, അല്ലെങ്കിൽ അവര് അവകാശപ്പെടുന്നുണ്ട്, അവർക്ക് ഉണ്ട്. മാലാ യംലിക്കു അവനില്ലാത്തത്, ആ പാവപ്പെട്ട കുട്ടിക്ക് ഇല്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ട്. അതാണ് അവൻ കാണുന്ന പ്രശ്നം. അപ്പോ മറ്റുള്ളവൻ എന്താ ചെയ്യാ? അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവനെ കളിയാക്കാനും ഷെയിം ചെയ്യാനും ഒക്കെ നിൽക്കും. മാൽ ഇഷാറത്തിയില അന്നന. പക്ഷെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ലാനു അമ്മിമുഹുന. നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം. ഫകസീറുമിനൽ ഫുഖറായി. അധികമായിട്ട് പാവപ്പെട്ടവരെന്താണ്? യജ്അലൂന മിൻ ഫിക്രിഹിം. അവരുടെ ആ ഒരു ദാരിദ്ര്യത്തിനെ അവരാക്കും, അല്ലെങ്കിൽ അവരുടെ പോവേർട്ടിയെ അവരാക്കും. ദാഫിയൻ ലിസായി, ഒരു പ്രോത്സാഹനമായിട്ട്. നഹു അത്തത്വീരി വ തഹ്സീനി. അവരുടെ പുരോഗതിക്കും ഉന്നമനത്തിനും.
വൽ വുസൂലി ഇലൽ അഹ്ദാഫിൽ ഉലിയ, എങ്ങനെ അവരുടെ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള, അല്ലതി അർജുനഹ അവര് ആഗ്രഹിക്കുന്ന, വയത്തുമഹൂന ഇലൈഹ അവരത് ആഗ്രഹിക്കുന്നുണ്ട്, സവാൻ എല്ലാ വശത്തും ഒരുപോലെ, അകാനമിൻ നാഹിയത്തിൽ ഇജ്തിമായ അവിൽ ഇൽമിയ അവിൽ അമലിയ, സാമൂഹികപരമായിട്ടാണെങ്കിലും വൈജ്ഞാനികപരമായിട്ടാണെങ്കിലും പ്രായോഗികപരമായിട്ടാണെങ്കിലും എന്താണ്, അവരത്രയും ഉയരങ്ങളിലേക്ക് എത്താൻ അവര് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ്, പ്ലൂറൽസും സിംഗുലറും ആയിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ കാര്യം. പിന്നെ വരുന്നത് ലിദ്ദുകൾ, ഓപ്പോസിറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ നോക്കാം. നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഒരെണ്ണം എന്താണ്, കസുറത്താണ്, ആധിക്യം അല്ലെ, അധികമായിട്ട്. അപ്പോൾ ഈ കസുറത്തിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. കസുറത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കില്ലത്ത്. കസുറത്ത് എന്ന് വെച്ചാല് അധികം, കില്ലത്ത് എന്ന് വെച്ചാല് വളരെ കുറച്ച്. കസുറത്ത് ടു മച്ച് എന്ന് പറയാം നമുക്ക്. കസുറത്ത് ടു മച്ച്, കില്ലത്ത് ടു ലെസ്. കസുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് കില്ലത്ത്. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞതാണ് അൽ ഫക്കർ അല്ലേ, ഫക്കർ. ഫക്കർ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഫക്കർ മീൻസ് പോവേർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, അൽ ഗിന, അൽ ഗനി. ഗനി എന്ന് വെച്ചാൽ റിച്ച് പേഴ്സൺ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് അൽ ഗിന എന്നാണ്, റിച്ച്. പിന്നെ വരുന്നത്, പിന്നെ നമ്മളിവിടെ പറഞ്ഞത് നെക്കസ് ആണ്. നെക്കസ്, നെക്കസ് എന്താണ്, നെൽറത്തു നെക്കസ് എന്ന് പറഞ്ഞില്ലേ. നെക്കസ് എന്ന് വെച്ചാല് കുറവ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, നെക്കസിന്റെ ഓപ്പോസിറ്റ് സിയാദത്ത്, ആധിക്യം. നെക്കസ് കുറവാണെങ്കിൽ സിയാദത്ത് ആധിക്യം. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു വേർഡ് എന്തായിരുന്നു, അൽ ഉനുഫ്. അൽ ഉനുഫിന്റെ, ഉനുഫ് മീൻസ് വയലൻസ് ആണ്. അൽ ഉനുഫ് വയലൻസ്. വയലൻസിന്റെ ഓപ്പോസിറ്റ് എന്താ, വയലൻസിന്റെ ഓപ്പോസിറ്റ് അൽ ലുത്തുഫ്. ലുത്തുഫ്, ലുത്തുഫ് മീൻസ് കൈൻഡ്നെസ്. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് നമുക്കിവിടെ ഓപ്പോസിറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്ലൂറൽസും സിംഗുലറും കിട്ടി, ഓപ്പോസിറ്റ്സും കിട്ടി. ഇതായിരുന്നു ഈ പാരഗ്രാഫ് നമ്മൾ പഠിച്ചതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇനി നമുക്ക് ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തനമുറുണ്ട്. പല തരത്തില് തനമുറ നടക്കുന്നുണ്ട് അല്ലെ. എന്താണ്, ലഫ്ലി, വാക്കുകൾ കൊണ്ട് ആളുകളെ കളിയാക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. പിന്നെയോ അൽ ഇജ്തിമായി, സാമൂഹികപരമായിട്ട് ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരാളെ മാത്രം മാറ്റി നിർത്തുന്ന തരത്തിലൊക്കെ അവഗണിക്കാറുണ്ട്. പിന്നെയോ അൽ ബദനി, നമ്മള് ബോഡി ഷേമിംഗ് എന്ന് പറയുന്ന പോലെ ശാരീരികമായിട്ടുള്ളത്. പിന്നെയോ അന്നഫ്സി, മാനസികമായിട്ട് ഒരാളെ തളർത്താൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ അൽ ഇലക്ട്രൂണി. ഇലക്ട്രൂണി എന്ന് പറയുമ്പോൾ നമ്മുടെ സൈബർ ബുള്ളി. ഇത്രയുമാണ് അൻവാഉ തനമ്മുറിൽ വരുന്നത്. ഇതായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ CC+ ഇനി മുതൽ അറബിക് ട്യൂഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1-to-1 ട്യൂഷൻ ആണ്, എക്സ്പേർട്ട് ടീച്ചേഴ്സ് ആണ്, ലൈവ് ക്ലാസ്സസ് ആണ്, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിംഗും ആയിരിക്കും. കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.